ഇത് കോഴിക്കോടുകാരുടെയൊക്കെ പുയ്യാപ്പിളപ്പത്തിരിയാണ് കേട്ടോ. ഈ കല്യാണ ദിവസമൊക്കെ വൈകുന്നേരങ്ങളിൽ ചെറുക്കൻ വീട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ഐറ്റമാണ് കേട്ടോ. മുസ്ലിം വീടുകളിൽ ഇപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഒറ്റ രീതിയിൽ തന്നെ ഒറ്റ കോംപ്ലി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാം. അതല്ല ഇനിയിപ്പോൾ വെറുതെ ഒക്കെ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമുക്ക് സ്നാക്കായിട്ട് കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിക്കോ. എന്തായാലും അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ അരിപ്പൊടി ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം നമ്മുടെ ഒരു പാനിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം, കാരണം നമുക്ക് ആ വെള്ളം ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. പിന്നെ ഇതായിപ്പോൾ ഈ എടുത്തിട്ടേക്കുന്നത് ചെറിയ ജീരകമല്ല, വലിയ ജീരകം, മസാല ജീരകം അതുപോലെ ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അതായത് തേങ്ങ ചെരുവിയതാണ്. ഇപ്പോൾ ഈ ഒരു തേങ്ങ ചെരുവിയതും നമ്മുടെ ഈ ഒരു വലിയ ജീരകവും ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തിളച്ച് നല്ല തിള വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വറുത്ത അരിപ്പൊടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് തന്നെ അരിപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ആ വെള്ളത്തിലേക്ക് നമ്മൾ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഇങ്ങനെ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യരുത്. തീ നല്ല സിമ്മിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് കിണ്ടി കൊടുക്കാം കേട്ടോ. കിണ്ടി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിള്ളി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പൊടി ശരിക്കും ആ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇനി നല്ല രീതിയിൽ ഒന്ന് വെന്ത് കെട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. എള്ളും കൂടെ ഇടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പത്തിരി നമ്മൾ കടിച്ച് തിന്നുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ നമ്മളൊരു 1.5 ഗ്ലാസ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-30 പത്തിരിയോളം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ 1.5 ഗ്ലാസ് അരിപ്പൊടി മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു താലത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് അത് ഫുള്ളായിട്ടൊന്ന് കിള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ റവ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് കോരുമ്പം ഒട്ടും തന്നെ എണ്ണ കുടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന എണ്ണ ആ ചട്ടി തന്നെ കിടന്നോളൂ, അത് ബാലൻസ് വരുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പത്തിരിക്കൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊന്ന് പരത്തി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആ പരത്തുന്ന ആ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇത് അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു പത്തിരി പൊന്തി വരാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് ഒരു രീതി തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാവൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു താലത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വലിയ ഉണ്ടയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 2-3 ഇതൊക്കെ ആയിട്ട് നമുക്കിത് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു ചപ്പാത്തിക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പത്തിരി പ്രസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് പത്തിരി പ്രസ്സിലേക്ക് ഇട്ടിട്ട് ചെറിയ രീതിയിൽ തന്നെ എടുക്കുന്നതിലും കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ഇതുപോലെ ഒരു കോല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോരോ പത്തിരികൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസിൻ്റെ, നമുക്ക് അതും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് റൗണ്ടിൽ നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ആ പണി തീരുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ റമദാനൊക്കെ ആവുമല്ലോ, അപ്പോൾ ഈ നോമ്പിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് വൈകുന്നേരങ്ങളിൽ സ്നാക്കിനൊക്കെയും സമൂസയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത അമ്മമാരാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിംസിലെ എല്ലാവരും, ഇപ്പോൾ ഞങ്ങളുൾപ്പെടെ ഇനിയിപ്പോൾ റംസാനിലൊക്കെ ഇപ്പോൾ ഒരു വൈകുന്നേരം ടൈമിലൊക്കെ ചായക്ക് കടിക്കൊക്കെ പകരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബൈ. അപ്പോൾ ഞാൻ നല്ലൊരു വീണ്ടും കാണട്ടെ. അപ്പോൾ ഫോളോ ചെയ്ത് മനസ്സിലാക്കി ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ബൈ കേട്ടോ. നല്ലൊരു വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേരാം കേട്ടോ. ബൈ.